أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم നിങ്ങൾ ഓർക്കുക വിചാരണക്കൊരു ദിനം വരാനുണ്ട്. എന്നെ രക്ഷിക്കൂ, മലക്കുകളെ എന്നെ സഹായിക്കൂ എന്ന് വിളിച്ചാൽ ശിർക്കാവുകയില്ല. അപ്പൊ ജിന്നിനെ വിളിച്ചാലേ ശിർക്കാവുള്ളൂ, മലക്കിനെ വിളിച്ചാൽ മടവൂരി സഹോദരങ്ങളെ ശിർക്കാവുകയില്ലേ? മുജാഹിദുകൾ പറയുന്നു രണ്ടും ശിർക്ക് തന്നെയാണ്. മലക്കുകളെ വിളിച്ച് പ്രാർത്ഥിച്ചാലോ ജിന്നുകളെ വിളിച്ച് പ്രാർത്ഥിച്ചാലോ തന്റെ അസാന്നിധ്യത്തിൽ ഒരു മനുഷ്യനെ വിളിച്ച് പ്രാർത്ഥിച്ചാലോ അത് ശിർക്ക് തന്നെയാണ്. കാരണം വിജനപ്രദേശത്ത് വെച്ചുകൊണ്ട് മനുഷ്യന്മാരെ എന്നെ രക്ഷിക്കൂ എന്ന് പറഞ്ഞാൽ മനുഷ്യനില്ലെങ്കിൽ മനുഷ്യൻ കേൾക്കുമെന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കാകുമെങ്കിൽ ജിന്നിനെ വിളിച്ചാലും മലക്കിനെ വിളിച്ചാലും ശിർക്കാകൂലേ? അപ്പൊ സഹോദരങ്ങൾ കൊണ്ട് മലക്കുകളെ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല, ജിന്നുകളെ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല. മുഹയ്യിദ്ദീൻ ശൈഖെ രക്ഷിക്കണേ, ശിർക്കാണ്. മലക്കെ കാക്കണേ, ശിർക്കാണ്. ജിന്നെ രക്ഷിക്കണേ, ശിർക്കാണ്. നരകത്തിൽ പോകും, യാതൊരു സംശയവുമില്ല. ഇത് സമൂഹത്തെ പഠിപ്പിച്ച മുജാഹിദുകളുടെ നേരെ അവർ ജിന്നുകളോട് തേടുന്നവരാണ് എന്ന ആരോപണം ഉന്നയിച്ച സന്ദർഭത്തിൽ ആ ആരോപണം വെച്ചുകൊണ്ട് മുജാഹിദുകൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ കൂടി ശ്രമിച്ചപ്പോ കേരള ജംഇയ്യത്തുൽ ഉലമ കൃത്യമായി അതിറക്കിയ അവസാനത്തെ രേഖയിൽ അതൊരു ആരോപണം മാത്രമാണ് എന്നും സമൂഹത്തോട് വ്യക്തമായി പഠിപ്പിക്കുകയും ചെയ്തു. കാരണം ഇത് തൗഹീദ് പ്രസ്ഥാനമാണ്. എല്ലാ സഹായതേട്ടങ്ങളും അള്ളാഹുവിലേക്ക് മാത്രം തിരിച്ചുവിടണം എന്ന് പഠിപ്പിക്കാൻ വേണ്ടി അഹോരാത്രം കഷ്ടപ്പെടുന്ന ഒരു പ്രസ്ഥാനമാണ്. ഉദാഹരണമായി മലക്കുൽ മൗത്തിനോട് എന്റെ ആയുസ് നീട്ടിത്തരണേ എന്ന് പറയാൻ പറ്റുമോ? ഒരു മുജാഹിദിനോട് ചോദിച്ചാൽ പറയും ഇല്ല, പാടില്ല, ശിർക്കാണ് എന്ന് പറയും. അല്ലെങ്കിൽ മഴ പെയ്യിക്കുന്ന മലക്കിനോട് ഞങ്ങൾക്ക് മഴ വർഷിപ്പിക്കണേ എന്ന് പറയാൻ പറ്റുമോ? പാടില്ല, ശിർക്കാണ്. എല്ലാവരും പറയും. ഏത് കാര്യത്തിനും നമ്മൾ സഹായം ചോദിക്കേണ്ടത് വിജനപ്രദേശത്തായാലും ജനപ്രദേശത്തായാലും അപകടങ്ങളിൽ പെടുമ്പോഴായാലും അപകടങ്ങളിൽ പെടാത്തപ്പോഴാണെങ്കിലും ഒരു സമയത്തും ജിന്നിനോടോ മലക്കിനോടോ സഹായം ചോദിക്കാം, അത് ചോദിക്കേണ്ടതാണ് എന്ന് ഇസ്ലാഹി പ്രസ്ഥാനം എവിടെയും പഠിപ്പിച്ചിട്ടില്ല. അത് ശിർക്കാണ് എന്നാണ് ഇത്ര കാലവും മുജാഹിദ് പ്രസ്ഥാനം പഠിപ്പിച്ചിട്ടുള്ളത്. അതിലാർക്കും ഇതുവരെ യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഇതെല്ലാം ചില ആളുകൾ വെറുതെ ഊതി വീർപ്പിക്കുന്ന സാങ്കല്പികമായ ചില ഇല്ലല്ലോ. മുജാഹിദ് കേരളത്തിൽ ഏതെങ്കിലും ഒരു മുജാഹിദ് കൈവക്കോ ജിന്നിനോട് തരാം? എന്തിന് പിന്നെ പച്ച തോന്നിയാസം കിട്ടുന്ന സദസ് പറയണം? എന്തിന് പച്ച തോന്നിയാസം? അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, അതായത് ജിന്നിനോട് തേടുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ആ തേടുന്ന മുശിരിക്കാണ്. ഒരാള് മുശിരിക്കല്ലെങ്കിൽ അത് പറയുന്നു പച്ച മുശിരിക്കാന്നാണ് നബി പഠിപ്പിച്ച്. അത് ഓതി തരണേ നിങ്ങൾക്ക് മൗലൈമാരെ നിങ്ങൾക്ക് അത് ഓതി തരണോ? മടമൂരി മൗലൈമാരെ നിങ്ങൾക്ക് അത് ഓതി തരണോ? ആവശ്യമുണ്ടോ?